ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഇതിനകത്ത് ഒരുപാട് ചേരുവകളൊന്നുമില്ല. മെയിനായിട്ട് 3 ചേരുവ മാത്രമേ ഉള്ളൂ. ഗ്രീൻ ഗ്രേപ്സ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ വേണ്ടത് ഗ്രേപ്സ് ആണ്. ഞാനിവിടെ ഏകദേശം 300 ഗ്രാം മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള മുന്തിരിയാണ്, അധികം പുളിയൊന്നുമില്ല. 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ഒരു ജാറിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾക്കിതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഒരുപാട് പുളിയുള്ള മുന്തിരി എടുക്കരുതെന്ന് പറയുന്നത്. ജ്യൂസ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾക്കിത് 300 ml ആവശ്യമുണ്ട്. അപ്പം അത്രയും ജ്യൂസ് വരുന്നവരെ വേണം നമ്മൾ മുന്തിരി എടുക്കാനായിട്ട്. നമ്മൾ അടിച്ചെടുത്ത മുന്തിരി അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. നമ്മൾക്കിതിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. ഈ ജ്യൂസ് എടുക്കുന്ന ഒരു പണി മാത്രമേ ഇതിനകത്ത് മെയിനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഞാനിവിടെ കറക്റ്റ് 300 ml ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ ഗ്രേപ്സ് അടിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് ഒരു നോൺ സ്റ്റിക്ക് പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കട്ടയില്ലാത്ത രീതിയിൽ നല്ലപോലെ കലക്കിയെടുക്കുക. ഒരുപാട് മധുരമുള്ള ഗ്രേപ്സ് ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇതുണ്ടാക്കിയതിന് ശേഷം ഒഴിക്കാനുള്ള പാത്രം കൂടെ സെറ്റാക്കി എടുക്കണം. ഞാനിവിടെ ഇതേപോലെ പല ഷേപ്പിലുള്ള പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒട്ടിപ്പിടിക്കും എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെണ്ണ തടവി കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഗ്രേപ്പ് ജ്യൂസ് മിക്സ് അടുപ്പത്തോട്ട് വെക്കാം. അതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം അടുപ്പിൽ വെക്കാനായിട്ട്. ഇതിനി കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഫ്ലെയിം കുറച്ചും വെക്കരുത്. ഇനി ഇതിന് നല്ലൊരു പച്ചനിറം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത് ചേർക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. 5 മിനിറ്റിൽ തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. നല്ലപോലെ കട്ടിയായിട്ട് വരും. ആ സമയത്ത് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിപ്പം ഇവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാത്രത്തിനകത്തോട്ട് ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം തണുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കട്ടകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വിചാരിച്ച ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. ഇനി ഞാൻ വേറെ ഷേപ്പിലുള്ള 2 പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലാസ്സിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഇത് നല്ലപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ചൂടൊന്ന് ആറിയതിന് ശേഷം നമ്മൾക്ക് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കണം. 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. 5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിത് ഈസി ആയിട്ട് ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് കിട്ടും. ഇപ്പം ഏകദേശം 5 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. അടിയിലൊന്നും തീരെ പിടിക്കത്തില്ല. വേറൊരു പ്ലേറ്റിനകത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി എടുക്കുക. അതിനകത്തേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ പകുതി കോട്ടിങ്ങോടെയും പകുതി കോട്ടിങ് ഇല്ലാതെയുമാണ് എടുത്തിട്ടുള്ളത്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഞാൻ ഈ ഗ്ലാസ്സിലുണ്ടാക്കിയത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഡെസിക്കേറ്റഡ് കോക്കനട്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ ഫുഡ് കളർ ചേർക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് അത് വേണ്ട എന്നുള്ളവർക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിനകത്ത് നിന്ന് ഒരെണ്ണം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടാലറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് വേണം കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്